ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് മൈദ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയിലാണെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിരുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതുപോലൊരു ചെറിയ ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പച്ചമുളകും ഉണക്കമുളകും കട്ട് ചെയ്ത് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആ ഒരു മുട്ട മാറ്റി വയ്ക്കാം. ഈ ഒരു മാവിലേക്ക് അടുത്തതായിട്ട് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു കിഴങ്ങുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കിഴങ്ങ് വെന്തതായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും. ഈ ഒരു നനവ് നമുക്ക് പോരാതെ വരും. എന്നാലും നമുക്ക് ഏകദേശം എത്ര വെള്ളം വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിഴങ്ങുമായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു വെള്ളം തന്നെ മതിയായിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഈ മാവൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മാവിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. ഞാനിതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് വലിപ്പമായി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ബോൾ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടിയിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി മൈദപ്പൊടിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് എല്ലാം. ഇനി ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്ന് ഒരു മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഒന്ന് ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആ ഒരു മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്തു കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ നമുക്കിത് തിരിച്ചും മറിച്ചും ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു കറികളും ഇല്ലാതെ വെറുതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വലിയവർക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ചൊടിയൊക്കെ ആയിട്ട് നല്ല എരിവോട് കൂടിയൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.